മണിപ്പൂരിലെ ഇംഫാലിൽ ആലിപ്പഴ വർഷം നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം പറയൂ. ഗോപികൃഷ്ണൻ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ വലിയ തോതിലുള്ള ആലിപ്പഴ വീഴ്ച ഉണ്ടായത്. മുൻകാലങ്ങളിൽ ഒന്നും തന്നെ കാണാത്ത രീതിയിലുള്ള തരത്തിൽ വൻതോതിലുള്ള മഞ്ഞുകട്ടകളാണ് ഈ ഇംഫാൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വീണത്. കാഴ്ചയിൽ കൗതുകം ഉണർത്തുമെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വൻതോതിൽ തന്നെ കേടുപാടുണ്ടായിട്ടുണ്ട് വ്യാപകമായി ഈ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് എന്നാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും വാഹനങ്ങളുടെ മേൽക്കൂരയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഓട് പാകിയ വീടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക്, ഷീറ്റ് മേഞ്ഞ വീടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ കാർഷിക വിളകൾ വൻതോതിൽ നശിക്കാനും ഈ ആലിപ്പഴ വീഴ്ച കാരണമായിരിക്കുന്നു. കൂടാതെ പക്ഷികളും ചെറു ജീവികൾ ഉൾപ്പെടെയുള്ളവ ചത്തുവീണ കാഴ്ചകളും ഈ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി പുറത്തു വരുന്നുണ്ട്. ഈ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. നഗരത്തിൽ മുഴുവനായും തന്നെ മഞ്ഞു മൂടിയ നിലയിൽ വൻതോതിൽ ആലിപ്പഴ വീഴ്ചയാണ് പ്രദേശത്ത് ഉണ്ടായത്. തുടർന്ന് ശക്തമായ മഴയും ഇപ്പോഴും തുടരുകയാണ് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും എന്നാണ് ലഭ്യമാകുന്ന വിവരം. നാശനഷ്ടങ്ങളുടെ പൂർണ്ണ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.